ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയുടെ കാര്യത്തെ ചൊല്ലി സച്ചി ഗോകുലിന്റെ വീട്ടിലെത്തി സംസാരിച്ച കാര്യങ്ങൾ ആരതിയുമായി പങ്കുവെക്കുമ്പോൾ ആരതിയോട് ഗോകുൽ സങ്കടത്തോടെ അർച്ചനയെ തേടിയുള്ള സച്ചിയുടെ അന്നത്തെ വരവിനെ കുറിച്ച് അന്വേഷിച്ചു അറിയിക്കുന്നു. ഇത് കേട്ടതോടെ ആരതി ചോദിച്ചു, അല്ല സച്ചി ഒന്ന് വന്നിട്ട് വേറൊന്നും പറഞ്ഞില്ലേ, വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലേ എന്ന ആരതിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഗോകുൽ പറഞ്ഞു, എനിക്ക് എനിക്ക് സമൃദ്ധിയെ വിട്ടുകൊടുക്കാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അയാളുടെ വാക്കുകൾ കേട്ട് ഞാൻ അർച്ചനയെ വിട്ടുകൊടുക്കാൻ തുടങ്ങിയാൽ ഒരുപക്ഷേ സച്ചിക്ക് അർച്ചനയുടെ ശരീരം മാത്രമേ കിട്ടുകയുള്ളൂ. പഴയ അർച്ചനയെ അയാൾക്കൊരിക്കലും കിട്ടിയെന്ന് വരില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ അയാളെ കൊണ്ടുചെന്ന് വിടണോ എന്നൊക്കെ ഗോകുൽ വിഷമത്തോടെ ചോദിക്കുമ്പോൾ ആരതി പറഞ്ഞു, സർ ഇപ്പോഴും സാർ ഇത്രത്തോളം ആഴത്തിൽ സമൃദ്ധമെടുത്ത് അർച്ചനയെ സ്നേഹിക്കുന്നുണ്ടോ? ഒരു കാര്യം എനിക്ക് സാറിനോട് പറയാനുള്ളൂ. എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും എന്ത് പറ്റിയെന്ന് പറഞ്ഞാലും അർച്ചന സച്ചിയുടേതാണ്, അത് മറക്കണ്ട, സച്ചിയുടേത് മാത്രം എന്ന് പറഞ്ഞ് ആരതി പോകാൻ തുടങ്ങുമ്പോൾ ഗൂഗിൾ പറഞ്ഞു, എനിക്ക് വേണ്ടി ആരതിക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ? കുറച്ചുകൂടി അയാളോടൊന്ന് കാത്തിരിക്കാൻ പറയോ? കുറച്ചുകൂടി എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമിക്കാൻ അയാളോടൊന്ന് ആവശ്യപ്പെടാവോ? കാരണം എനിക്കറിയാം നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ച്, നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആരതി പറഞ്ഞാൽ അയാൾ കേൾക്കും. അതുകൊണ്ടാണ് ഞാൻ ആരതിയെ ഇപ്പോൾ കാണാൻ വന്നതെന്ന് ഗൂഗിൾ അറിയിച്ചു. ഉടനെ ആരതി പറഞ്ഞു, സാർ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. പക്ഷേ ഒന്നെനിക്ക് പറയാനുള്ളൂ, അയാൾക്ക് ഈ ലോകത്ത് മറ്റെന്തും അയാളുടെ അർച്ചനയാണ്. കാരണം സാറൊന്ന് മനസ്സിലാക്കണം, കഴിഞ്ഞ 10 വർഷക്കാലം അയാൾ അനുഭവിച്ച വേദന, അയാൾക്ക് അത്രയും നാൾ അർച്ചന എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അർച്ചനയെ കണ്ടെത്തി, തൻ്റെ കൺമുന്നിലുണ്ട്. പക്ഷേ ഇപ്പോൾ സ്വന്തം ഭാര്യ മറ്റൊരാളുടെ ഭാര്യയായിട്ട് മറ്റൊരാളുടെ വീട്ടിൽ കഴിയുമ്പോഴുണ്ടാകുന്ന ഒരു ഭർത്താവിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് സാർ ഒന്ന് ചിന്തിച്ചു നോക്ക്. അയാളുടെ മനസ്സൊന്ന് സാർ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇനി ഒരു പക്ഷേ സച്ചിയുടെ അരികിലേക്ക് അർച്ചന മടങ്ങിപ്പോയി കഴിയുമ്പോൾ സാർ ചിന്തിക്കുന്നത് പോലെയല്ല, മറിച്ച് അർച്ചനയ്ക്ക് സച്ചിയെ കാണുമ്പോൾ അർച്ചനയിലേക്ക് സച്ചിയുടെ ഓർമ്മകൾ മടങ്ങിയെത്തിയാലോ? അങ്ങനെ ഒന്ന് ചിന്തിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ എന്തോ എനിക്കങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നതായിരുന്നു ഗൂഗിളിൻ്റെ മറുപടി. അപ്പോഴേക്കും ആരതി പറഞ്ഞു, സർ ഒന്ന് ഞാൻ പറയാം, സച്ചി എന്നെ കാണാൻ വന്നിരുന്നു. അന്ന് സച്ചി എന്നോട് ആവശ്യപ്പെട്ടത് സാറിനെതിരെ കേസ് കൊടുക്കണം എന്നതായിരുന്നു. അർച്ചനയെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി സാറിനെതിരെ കോടതിയിലേക്ക് പോകാനാണ് സച്ചി തയ്യാറായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ സാറ് വിചാരിച്ചാൽ മാത്രമേ സാധിക്കൂ. എത്രയും വേഗം തന്നെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം സാർ വിചാരിച്ചാലേ നടക്കൂ എന്ന് പറഞ്ഞ് ഗോകുലിനോട് സംസാരിച്ച് ആരതി അവിടുന്ന് സംസാരിച്ച് അവസാനിപ്പിച്ച് മടങ്ങി. അപ്പോഴാണ് ഗോകുൽ വീട്ടിൽ മടങ്ങിയെത്തിയതിന് ശേഷം ഗോകുലിന് മനസ്സിലാകെ ടെൻഷനായിരുന്നു. അന്ന് അർച്ചനയെ സച്ചിയോടൊപ്പം പറഞ്ഞയക്കുമ്പോഴുണ്ടാകാൻ പോകുന്ന തൻ്റെ ജീവിതത്തിലെ ആ ഒരു നിരാശയും അതോടൊപ്പം തന്നെ തൻ്റെ മോളുടെ ജീവിതവും, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഗൂഗിളിൻ്റെ മനസ്സിനെ അലട്ടി. അതോടൊപ്പം തന്നെ ഗൂഗിളിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് അർച്ചനയുടെ പക്കലിരിക്കുന്ന ആ പർദ്ദയായിരുന്നു. അസ്വാഭാവികമായിട്ട് ആ പർദ്ദ അർച്ചന ഉപയോഗിക്കുന്നുണ്ടോ? അർച്ചന എന്തിനാ പർദ്ദ വാങ്ങിച്ചു വെച്ചു? അങ്ങനെയുള്ള 1000 ചോദ്യങ്ങൾ ഗോകുലിന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നപ്പോൾ അവിടേക്ക് വന്ന് രാജീവ് ഗോകുലിനോട് ചോദിച്ചു, ഇത്രയും നേരമായിട്ടും അളിയൻ ഉറങ്ങിയില്ലേ? അപ്പോഴേക്കും ഗോകുൽ പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നില്ല രാജീവ്, എനിക്ക് മനസ്സാകെ അസ്വസ്ഥമായിരിക്കുന്നു, എന്തോ ഒരു സമാധാനമില്ലായ്മ എന്ന് പറഞ്ഞപ്പോൾ, അതാണോ? അതിപ്പോൾ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് രാജീവ് വേഗം അകത്തേക്ക് പോയി. എന്നിട്ട് 2 ഗ്ലാസും ഒരു ബോട്ടിലുമായിട്ട് അവിടേക്ക് എത്തി. എന്നിട്ട് പറഞ്ഞു, ദാ ഇത് നല്ലതാ, മനസ്സിന്റെ സമാധാനം തിരിച്ചു കിട്ടാനായിട്ട്. ഇത് ഞാൻ മനഃപൂർവ്വം ശിശിര കാണാതെ ഞാൻ റൂമിൽ ഒളിപ്പിച്ചു വെച്ചതാ. അളിയ, ഇത് 2 അടിച്ചു കഴിഞ്ഞാൽ മനസ്സിലെ ഇപ്പം നഷ്ടപ്പെട്ട സമാധാനമൊക്കെ തിരിച്ചു വരും എന്ന് പറഞ്ഞ് വേഗം ഗോകുലിനും രാജീവിനുമായിട്ട് ഓരോ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. എന്നിട്ട് അവരത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഗോകുലിനോട് രാജീവ് ചോദിച്ചു, അളിയ എന്താ അളിയൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം? അപ്പോഴേക്കും ഗോകുൽ പറഞ്ഞു, ഇപ്പം എൻ്റെ മനസ്സിനെ അലട്ടുന്നത് ഒരു പർദ്ദയാണ് എന്ന് പറഞ്ഞു. പർദ്ദയോ? അതെന്താ അങ്ങനെ? അർച്ചന വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ആ പർദ്ദയെക്കുറിച്ചും അർച്ചനയുടെ കയ്യിലിരുന്ന ആ പർദ്ദയെക്കുറിച്ച് താൻ കണ്ടുപിടിച്ചപ്പോൾ അത് എന്തിനാണെന്ന് അർച്ചനയോട് ചോദിക്കുകയും താൻ അത് ഉപയോഗിക്കുന്നുണ്ടെന്ന് അന്വേഷിച്ചപ്പോൾ വെറുതെ ഒരു കൗതുകത്തിന് വാങ്ങിച്ചതാണെന്ന് അർച്ചന കളവ് പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗോകുലിനെ വല്ലാതെ സംശയത്തിലാഴ്ത്തുന്നുണ്ടെന്ന വിവരം രാജീവിനെ അറിയിച്ചു. അതെല്ലാം കേട്ടതും രാജീവ് പറഞ്ഞു, അതെ, ഇക്കാര്യം ഓർത്ത് അളിയൻ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന, നമ്മൾക്കെല്ലാവർക്കും ഇതുപോലെ ഓരോ കൗതുകങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കൗതുകം തോന്നി നമ്മൾ ഓരോന്നും വാങ്ങിച്ചു വെക്കാറില്ലേ? അങ്ങനെ വാങ്ങിച്ചു വെച്ചതായിരിക്കാം ഇവിടെ സമൃദ്ധിയും. അതിൽ ഇത്ര ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല.
എന്തായാലും എനിക്ക് ഉറക്കം വരുന്നുണ്ടളിയാ എന്ന് പറഞ്ഞ് രാജീവ് അവിടെ നിന്ന് വേഗം തടുത്തപ്പി. അപ്പോഴേക്കും രാജുവിൻ്റെ മനസ്സിൽ ഒരു കാര്യം വ്യക്തമായി. ഗോകുലിൻ്റെ മനസ്സിൽ ചില സംശയങ്ങൾ തോന്നി തുടങ്ങിയിരിക്കുന്നു. അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയം ഗോകുലിനെ അലട്ടുന്നുണ്ട് എന്ന കാര്യം അത് രാജീവ് തിരിച്ചറിഞ്ഞു. തൽക്കാലം അർച്ചനയ്ക്ക് ഓർമ്മകൾ തിരിച്ചു കിട്ടിയെന്നുള്ള കാര്യം അളിയനോട് പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് തീരുമാനിച്ച് ഗോകുല് തൻ്റെ മുറിയിലേക്കും പോയി. അപ്പോഴേക്കും വീട്ടിൽ മടങ്ങിയെത്തിയ ആതിരയുടെ മനസ്സിലാകെ കനകാംബരൻ പറഞ്ഞ വാക്കുകളായിരുന്നു. കനകാംബരൻ തന്നോട് ആവശ്യപ്പെട്ടതൊക്കെ ഓർത്ത് ആകെ ടെൻഷൻ അടിച്ച് ആതിര അങ്ങനെ ഇരിക്കുമ്പോൾ ആതിരയുടെ അരികിലേക്ക് ചിപ്പി ആതിരയുടെ അരികിലേക്ക് അമ്മുക്കുട്ടി ഓടിയെത്തി. അമ്മയെ വാ കിടന്ന് ഉറങ്ങാം എന്ന് പറഞ്ഞിട്ടും ആതിര ഒന്നും ശ്രദ്ധിക്കാതെ വല്ലാത്ത ടെൻഷനോടിരിക്കുകയാണ്. അപ്പോൾ അരികിലേക്ക് വന്ന കമലമ്മ ചോദിച്ചു, എന്താടി പെണ്ണെ, നീ വന്നപ്പോൾ മുതൽ വലിയ ആലോചനയിലാണല്ലോ, എന്താ കാര്യം? ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഒന്നുമില്ലമ്മേ. എന്നാ മര്യാദ കിടന്നുറങ്ങ്, കണ്ടില്ലേ കൊച്ചു വിളിക്കുന്നതെന്ന് പറഞ്ഞ് കൊച്ചിനോട് കിടന്നുറങ്ങാൻ കമലമ്മ പറഞ്ഞതനുസരിച്ച് ആതിര കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോഴും ആതിരയുടെ കണ്ണുകളും മനസ്സും വല്ലാതെ നിറഞ്ഞ് കവിയുകയായിരുന്നു. അങ്ങനെ കണ്ണുനീർ വാർത്ത് അന്നാ രാത്രി ആതിര തള്ളി നീക്കി. പിറ്റേന്ന് രാവിലെ കുട്ടികളെ സ്കൂളിലാക്കാനായി സച്ചിയും അമ്മൂട്ടിയെയും ഇന്ദുവിനെയും സ്കൂളിൽ വിടാനായിട്ട് അവിടേക്ക് എത്തി. അവർ രണ്ടുപേരും കാറിൽ നിന്നിറങ്ങി ബൈ പറഞ്ഞ് ക്ലാസ് റൂമിലേക്ക് പോകുമ്പോൾ അവിടെ നിൽക്കുന്ന ഗൗരിമോളെ സച്ചി കണ്ടത്. വേഗം തന്നെ സച്ചി ഗൗരിമോളുടെ അരികിലേക്ക് ചെന്നു. അപ്പോഴേക്കും ചിപ്പിമോൾ സച്ചി വരുന്നത് കണ്ട് കൃത്യമായി അപ്പുറത്ത് മാറി നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. കോറിഡോറിനടുത്ത് നിന്ന് സച്ചിയങ്ങളെ തന്നെ ഉറ്റുനോക്കി നിൽക്കുകയായിരുന്നു ചിപ്പി. അപ്പോഴാണ് സച്ചി ഗൗരിമോളിൽ മാത്രം തൻ്റെ ശ്രദ്ധ ഉടക്കിയതിനാൽ ഗൗരിമോളുടെ അടുത്തേക്ക് ചെന്ന് ഗൗരിമോളെ മുഖം തൻ്റെ കൈക്കുമ്പിളിലെടുത്ത് അങ്ങനെ ചേർത്ത് പിടിച്ച് സച്ചി ഗൗരിമോളെ തന്നെ നോക്കി. എന്നിട്ട് മനസ്സിൽ പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, നീ എൻ്റെ കുഞ്ഞാണ്, എന്നെ അച്ഛ എന്ന് വിളിക്കേണ്ട നിന്റെ മനസ്സിൽ ഇപ്പോൾ അച്ഛൻ്റെ സ്ഥാനത്ത് മറ്റൊരാളാണ്. എങ്കിലും എൻ്റെ പൊന്നുമോളല്ലേ നീ എന്ന് പറഞ്ഞ് സച്ചി മോളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് തൻ്റെ കയ്യിലിരിക്കുന്ന ആ ചോക്ലേറ്റുകൾ എടുത്ത് അത് ഗൗരിമോൾക്ക് നേരെ നീട്ടി. എന്നിട്ട് പറഞ്ഞു, ദാ മേടിച്ചോ എന്ന് പറഞ്ഞു. ഗൗരി അത് മേടിക്കാൻ മടി കാണിച്ചേക്കുമ്പോഴേക്കും ദാ പിടിച്ചോ എന്ന് പറഞ്ഞ് അത് ഗൗരിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഗൗരി അത് വാങ്ങിച്ച് കഴിയുമ്പോഴേക്കും സച്ചി ഗൗരിയെ ചേർത്ത് പിടിച്ചു. അങ്കിൾ, എനിക്ക് ക്ലാസ് റൂമിൽ പോകണം, ബെല്ലടിച്ചു, ഇനി ലേറ്റ് ആവും എന്ന് പറഞ്ഞപ്പോഴേക്കും ശരി മോള് പോയിക്കോ എന്ന് പറഞ്ഞ് ഉടനെ തന്നെ ഗൗരിമോളെ സച്ചി യാത്ര അയച്ചു. ഗൗരിമോള് പോയി കഴിയുമ്പോഴേക്കും സച്ചി മറ്റൊന്നും ശ്രദ്ധിക്കാതെ വേഗം തൻ്റെ കാറിലേക്ക് പോയി കയറി. ഈ സമയത്ത് അവിടെ നിന്നിരുന്ന ചിപ്പിമോള് അങ്കിൾ അങ്കിൾ എന്ന് വിളിച്ചുകൊണ്ട് പിന്നാലെ ഓടി വന്നു. പക്ഷേ സച്ചി ചിപ്പിമോളുടെ വിളി കേട്ടില്ല. ചിപ്പിമോള് ആകെ വിഷമത്തോടെ സച്ചിയങ്ങളെ താൻ വിളിച്ചിട്ട് കേൾക്കാതെ പോയതിന് നിരാശയിൽ സങ്കടത്തോടെ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. അതിനുശേഷം ആതിര നേരെ ഓഫീസിലേക്ക് എത്തിയതും ഗീത അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, ദാ ഈ ഫയല് സാറിന് കൊണ്ട് കൊടുക്കാനായിട്ട് സാറ് പറഞ്ഞു എന്ന്. അത് കേട്ടതും ആതിര പറഞ്ഞു, എനിക്ക് പറ്റില്ല, മറ്റാരുടെയും കയ്യിൽ കൊടുത്തുവിട എന്ന് പറഞ്ഞപ്പോൾ ആതിരയുടെ കയ്യിൽ തന്നുവിടാനാണ് സാറ് പറഞ്ഞത്, ആതിരയ്ക്ക് പറ്റില്ലെങ്കിൽ ചെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ആ ഫയൽ അവിടെ വെച്ചിട്ട് ആതിര ഗീതമ്മ പോകുന്നു. ഉടനെ ആതിര ഫയലുമായി നേരെ കനാമ്പൻ്റെ ക്യാബിനിലേക്ക് ചെന്നു. ആ ഫയൽ ആ ടേബിളിലേക്ക് വെച്ചിട്ട് ആതിര പോകാൻ തുടങ്ങിയപ്പോഴേക്കും കനാമ്പരൻ ചോദിച്ചു, എന്ത് പറ്റി ആതിര? ആതിര ശരിക്കും ഉറങ്ങിയില്ലേ? എൻ്റെ സ്റ്റാഫുകളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചപ്പോഴേക്കും, സാർ ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ് എന്ന് ആതിര ആവശ്യപ്പെട്ടു. ഞാൻ ഉപദ്രവിച്ചില്ലല്ലോ. അതെ, എന്താ ഉപദ്രവമാവുന്നത് എന്ന് പറഞ്ഞ് വേഗം 1,00,000 രൂപ ആ ടേബിളിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, ദാ ഇതുണ്ടല്ലോ, ഇതാണ് ഇപ്പോൾ ഞാൻ താൻ പറഞ്ഞ ആ ഉപദ്രവത്തിനുള്ള പ്രതിഫലം. കാരണം എനിക്ക് എൻ്റെ കമ്പനിയിലേക്ക് വേണ്ടി ഒരു പരസ്യം ചെയ്തു തന്നില്ലേ, ആ ആടിനുള്ള പ്രതിഫലമായത്, ദാ ഇത് വാങ്ങിച്ചു എന്ന് പറഞ്ഞ് കയ്യിൽ വെച്ച് കൊടുത്തു. അപ്പോഴേക്കും ആതിര പറഞ്ഞു, ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആതിര ആ പണം നിരസിച്ചു. ഉടനെ അരികിലേക്ക് എത്തി കനാമ്പരം പറഞ്ഞു, അതെ, എൻ്റെ മനസ്സിൽ ആഗ്രഹം എന്താണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നാളെ നാളെ 11 മണിയാകുമ്പോൾ ഞാനിവിടെ ഹോട്ടലിൽ ഉണ്ടാവും. അവിടെ 20-ാം നമ്പർ റൂമിൽ രാധ ഹോട്ടലിലെ ആ 20-ാം നമ്പർ റൂമിൽ ഞാൻ ആ റൂമിൽ നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടാവും നാളെ 11 മണിക്ക്. അപ്പോൾ കൃത്യസമയത്ത് നീ അവിടെ വന്നിരിക്കണം എന്ന് പറഞ്ഞതും ആതിര പറഞ്ഞു, ഇല്ല സർ, ഞാൻ വരില്ല എന്ന് പറഞ്ഞ് ആതിര പോകാൻ തുടങ്ങുമ്പോൾ, നീ വരും, ഇല്ല നിന്നെ ഞാൻ വരുത്തും എന്നായിരുന്നു കനാമ്പൻ്റെ മറുപടി. നീ ആ സമയത്ത് എത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിന്റെ ആ ഫോട്ടോസും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും ഞാൻ. അത് മുഴുവൻ ഈ ലോകം മുഴുവൻ കാണും. എന്താ അത് വേണോ എന്ന് ചോദിച്ചപ്പോഴേക്കും, എന്നാൽ ആ നിമിഷം ഞാനും എൻ്റെ കുടുംബവും ആത്മഹത്യ ചെയ്തിരിക്കും എന്നായിരുന്നു ആതിരയുടെ മറുപടി. ഉടനെ ആതിരയുടെ കയ്യിലേക്ക് ആ നോട്ട് കെട്ടെടുത്ത് ആ ഉള്ളംകൈയിൽ വെച്ച് കൊടുത്തിട്ട് കനാമ്പരം പറഞ്ഞു, ദാ നീ അത് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയാ നിനക്ക് ഞാൻ ഈ പണം തരുന്നത് എന്ന് പറഞ്ഞതും അത് നേരെ ആ ടേബിളിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആതിര പറഞ്ഞു,
ഇത് എനിക്ക് ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആതിര അവിടെ നിന്ന് മടങ്ങി. അപ്പോഴാണ് വൃന്ദാവനത്തിലേക്ക് ആരതി എത്തിയത്. ഓട്ടോയിൽ വന്നിറങ്ങിയ ആരതിയെ അനഘ അരികിലേക്ക് ചെന്ന് ആരതി ചേച്ചി എന്ന് വിളിച്ച് സ്വീകരിച്ചു. ഉടനെ ആരതി ചോദിച്ചു, അമ്മ ഇവിടെയില്ലേ? ഉണ്ടല്ലോ, ആന്റി അടുത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നെ കാണണമെന്ന് പറഞ്ഞു. എന്തിനാ അനഘെ എന്ന് ചോദിച്ചു. ആന്റി കാണണമെന്ന് പറഞ്ഞെങ്കിൽ അതിനെന്തെങ്കിലും കാര്യം കാണും എന്ന് പറഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് അനഘയോട് ആരതി അന്വേഷിച്ചു. അതെനിക്കറിയില്ല, അത് ആന്റിയോട് തന്നെ ചോദിക്കണം എന്ന് പറഞ്ഞ് ആരതിയെ വിളിച്ചുകൊണ്ട് വേഗം അകത്തേക്ക് കയറി. അമ്മ ആന്റി ഇത് ആരാ വന്നെന്ന് നോക്കിയേ എന്ന് പറഞ്ഞ് അനഘ വിളിച്ചതും വേഗം കമലമ്മ സിറ്റൗട്ടിലേക്ക് എത്തി. സച്ചി എവിടെ അമ്മേ എന്ന് ചോദിച്ച് ആരതി വിശേഷങ്ങൾ അന്വേഷിച്ചു. അപ്പോഴേക്കും കമലമ്മ പറഞ്ഞു, സച്ചി ഓട്ടം പോയിരിക്കാം. സത്യത്തിൽ സച്ചി ഇല്ലാത്ത സമയത്ത് മോളെ വിളിപ്പിച്ചത് സച്ചി ഉള്ളപ്പോൾ എനിക്കത് സംസാരിക്കാൻ കഴിയില്ല. അവൻ അതിന് സമ്മതിക്കില്ല, അതുകൊണ്ടാ എന്ന് പറഞ്ഞപ്പോഴേക്കും എന്താ അമ്മേ, സച്ചി അറിയാത്ത എന്തെങ്കിലും രഹസ്യമാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതല്ല മോളെ, മോൾക്കറിയാലോ സച്ചിയുടെ ജീവിതം എന്ന് പറഞ്ഞു. എന്താ അമ്മേ, എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിച്ചപ്പോൾ സീരിയസ് കാര്യമാണ്, പക്ഷെ അത് മോൾക്ക് മാത്രമേ അതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. ഇനി എൻ്റെ അച്ഛമ്മോളുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. അച്ഛമ്മോള് മടങ്ങി വരുമെന്നുള്ള വിശ്വാസത്തിലാണ് അവൻ ഇപ്പോഴും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ ജീവിതം ഇങ്ങനെ എത്ര നാള് ഇങ്ങനെ ഒറ്റയ്ക്ക് ആ ജീവിതം മുന്നോട്ട് പോകും? അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മോൾക്കറിയാവുന്നതല്ലേ. എൻ്റെ സച്ചിക്ക്, എൻ്റെ സച്ചിമോന് മോൾക്കൊരു ജീവിതം കൊടുത്തൂടെ എന്ന് കമലമ്മ ഉടനെ തന്നെ ആരതിയോട് ആവശ്യപ്പെട്ടു. മോളുടെ മനസ്സ് അമ്മയ്ക്കറിയാം, അതുകൊണ്ടാണ് അമ്മ ഇത് തുറന്ന് മോളോട് ചോദിക്കുന്നത്. മോൾക്ക് എൻ്റെ സച്ചിമോന് ഒരു ജീവിതം കൊടുത്തൂടെ എന്ന ആ അമ്മയുടെ ചോദ്യം കേട്ട് ആരതിയുടെ കണ്ണുകൾ നിറഞ്ഞു. ആരതി ആകെ വിഷമത്തോടെ അമ്മയുടെ ആ ചോദ്യത്തിന് എന്തു മറുപടി പറയുമെന്നറിയാതെ ആശങ്കയോടെ ആരതി കമലമ്മയെ തന്നെ നോക്കിയിരിക്കുന്നു. പിന്നീട് സ്കൂൾ വിട്ട് ഇറങ്ങിയ ഗൗരിമോള് വീട്ടിലെത്തിയതും അർച്ചനയ്ക്ക് എത്തി ആ സങ്കട വാർത്ത അറിയിച്ചു. അമ്മയെ ഇന്ദൂട്ടിയും അമ്മവും സ്കൂള് മാറുവാണെന്ന് എന്ന് പറഞ്ഞപ്പോൾ ഗൗരിയുടെ ആ വാക്ക് കേട്ട് അർച്ചന ഒന്ന് ഞെട്ടി. അതെന്താ മോളെ, അവരെന്താ സ്കൂള് മാറുന്നത് എന്ന് അർച്ചന അന്വേഷിച്ചതും ഗൗരിമോള് പറഞ്ഞു, അവർക്ക് സ്കൂളിലെ വലിയ ഫീസ് അടയ്ക്കാനുള്ള സാമ്പത്തികം ഇല്ലെന്നും അതുകൊണ്ട് അവരവിടുന്ന് മാറുവാണെന്നാ പറഞ്ഞത് എന്നറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞത് അർച്ചന ആകെ വിഷമത്തിലായി. എൻ്റെ മക്കൾ ആ സ്കൂളിൽ നിന്ന് ഇനി മാറുന്നത് ശരിയല്ല എന്നും അവർ ആ സ്കൂളിൽ തന്നെയാണ് പഠിക്കേണ്ടതെന്നും അർച്ചന തീരുമാനിച്ചതുകൊണ്ട് പിറ്റേന്ന് അർച്ചന സ്കൂളിലേക്കുള്ള അവർക്കുള്ള ഫീസുമായിട്ട് സ്കൂളിലേക്ക് എത്തി. അവരുടെ പേരിൽ സ്കൂളിലെ ആ ഫീസ് അടയ്ക്കുന്നു. അപ്പോഴും ഗോകുല് കോടതിയിൽ പോയി മടങ്ങിയെത്തിയത് ആകെ അസ്വസ്ഥനായിട്ടായിരുന്നു. ഗോകുലിന് വല്ലാത്ത ടെൻഷൻ ഉള്ളതെന്ന് മനസ്സിലാക്കിയ രാജീവ് കാര്യം എന്താണെന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് ഗോകുലിന്റെ കക്ഷികൾ അവിടേക്ക് എത്തിയത്. അവർ വന്ന് ഗോകുലിനോട് കുറച്ചൊക്കെ അവരുടെ സങ്കടങ്ങൾ പറയുകയും ആകെ വേദനയോടെ ഗോകുലിനോട് അവരുടെ വിഷമങ്ങൾ പറഞ്ഞ് സങ്കടത്തോടെ അവർ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും ഗോകുലിന്റെ അരികിലെത്തി രാജീവ് കാര്യം അന്വേഷിച്ചു. ഗോകുൽ പറഞ്ഞു, ഇന്നത്തെ ഈ കേസ് വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി ഞാൻ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്കതിൽ അവരെ ജയിപ്പിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സ് ഇപ്പൊ എൻ്റെ കയ്യിലല്ല. എന്തോ എനിക്ക് ആകെ താളപ്പിഴകൾ സംഭവിക്കുകയാണ് എന്ന് ആകെ ടെൻഷനോടെ ഗൂഗിൾ അറിയിച്ചു. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഇവിടെ സമൃദ്ധിയും കാണുന്നില്ല എന്ന് ഗൂഗിൾ ടെൻഷനോടെ പറഞ്ഞപ്പോഴേക്കും പുറത്തുപോയ അർച്ചന അവിടേക്കും മടങ്ങിയെത്തി. ഗൂഗിളിനെ കണ്ടു മടങ്ങിപ്പോയ കക്ഷികളുടെ പിറുപിറുക്കൽ സംസാരമൊക്കെ കേട്ടുകൊണ്ടാണ് അർച്ചന അകത്തേക്ക് കയറി വന്നത്. എന്തുപറ്റി, എന്താ അളിയനും കൂടി സംസാരിക്കുന്നത് എന്ന് ചോദിച്ച് അർച്ചന കുശലാന്വേഷണം നടത്തും വിധത്തിൽ അരികിലേക്ക് വന്ന് ചോദിച്ചതും ഗൂഗിളാകെ ടെൻഷനോടെ അർച്ചന നോക്കിയിട്ട് പറഞ്ഞു, പുറത്തേക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോകണം, വെറുതെ മറ്റുള്ളവരെ ഇങ്ങനെ ആദി പിടിപ്പിക്കരുത് എന്ന് പറഞ്ഞു ദേഷ്യത്തോടെ ഗൂഗിള് റൂമിലേക്ക് പോകുമ്പോൾ രാജീവിനെ ഞെട്ടലോടെ അർച്ചന നോക്കുകയാണ്. ഗൂഗിളിന്റെ മനസ്സിൽ താളപ്പിഴകൾ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള സത്യം രാജീവ് അർച്ചനയെ അറിയിക്കുന്നു.